ദിവസമായില്ല എല്ലാവരെയൊക്കെ കണ്ടിട്ട്. 2 ദിവസമായിട്ട് ഞാൻ വീഡിയോസും ഷോർട്സും ഒക്കെ ഒന്നും ഇടുന്നില്ല. എനിക്ക് മടിയാണ് കൈസ്, മടി ഓടിക്കട്ടെ മടി. എൻ്റെ ഫോട്ടോഷൂട്ട് നടക്കുന്ന സമയത്ത് അടിപൊളിയല്ലേ. ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മളിതേ വീട്ടിൽ വന്നിട്ട് നേരെ പോകുന്നത് നമ്മൾ ചേച്ചി പോകാൻ പോയിട്ട് ഇന്ന് രാത്രി 12:30 മണിയാകുമ്പോഴേക്കും ചേച്ചി വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും നമ്മളെയൊക്കെ വിട്ടിട്ട് ഇതേ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പെട്ടിയ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ഇതേ നമ്മൾ ജോലിയും കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടാണ് പോകുന്നത്. എല്ലാവരും പെട്ടിക്ക് ചുറ്റിലുണ്ടിട്ട് ഇങ്ങനെ നമ്മൾ ഒക്കെ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട. അതിനിടയിൽ അവൾക്ക് സ്നേഹാദരവ് കൊടുക്കാൻ വേണ്ടിയിട്ട്, മൊമെൻ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ നാട്ടിൽ നിന്ന് തന്നെ ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ക്യാൻസർ രോഗികളുടെ മുടി കട്ട് ചെയ്യണ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മൊമെൻ്റ് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പുള്ളിക്കാരി പോകണമെന്ന് പറഞ്ഞപ്പോഴേക്കും വന്നേക്കേണ്ട. അപ്പോൾ അതൊക്കെ കിട്ടി ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. അതോടെ പെട്ടിയിലൊക്കെ നമ്മൾ പേരൊക്കെ എഴുതി ഒട്ടിച്ചിട്ട് സീലൊക്കെ ചെയ്തിട്ട് റാപ്പൊക്കെ ചെയ്തിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കേണ്ട. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കണ്ട് നമ്മളിങ്ങനെ സന്തോഷത്തോടെ നോക്കി എല്ലാവരെയൊക്കെ ഇരിക്കേണ്ട ചുറ്റും. അപ്പോൾ കുറേ നാൾക്കൊക്കെ മുമ്പ് ഞാനും ഇങ്ങനെ പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ട് വിദേശത്തോട്ടൊക്കെ പോകണമെന്നുള്ള ഭയങ്കര ആഗ്രഹത്തിലൊക്കെ ഇരുന്നിട്ട് ഓൾമോസ്റ്റ് ഒരുപാട് കാര്യങ്ങളൊക്കെ എൻ്റെ ശരിയായതാണ്. പക്ഷേ എത്ര പൊട്ടി എന്ന് പറയില്ലേ, അതേപോലെ എൻ്റെ പൊട്ടി പാളിസായിപ്പോയിട്ട് എനിക്കിങ്ങനെ പെട്ടെന്ന് വയ്യാണ്ടൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഇനിയിപ്പോൾ ആ ഒരു പുറത്തോട്ട് പോണതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ പോലും ഇനി എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. ഞാൻ ചിന്തിക്കാറില്ല കേട്ടോ. അപ്പോൾ ആ ഒരു സങ്കടമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അവൾക്ക് വാങ്ങിച്ചേക്കുന്ന സാധനങ്ങളൊക്കെ ഞാനെടുത്ത് ഇങ്ങനെ തലയിലൊക്കെ വെച്ച് ഇങ്ങനെ എൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയേട്ടോ. ഞാൻ ഇവളെന്നൊക്കെ പറയുള്ളൂ കേട്ടോ. അത് നിങ്ങൾ വേറെ ഒന്ന് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. എന്താണെന്ന് വെച്ചാൽ മൂത്ത ചേച്ചിക്കൊക്കെ ഒരുപാട് ഏജ് ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടി ഓടി എന്നൊക്കെ ഞങ്ങൾ വിളിക്കാറുള്ളൂ. അങ്ങടും അത് റെസ്പെക്റ്റ് ഇല്ലാത്തതുകൊണ്ടൊന്നല്ല കേട്ടോ, അത് അങ്ങനെയാണ്. അത് ശീലിച്ച് പോയതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒക്കെ ഇരുന്ന് ഫുഡൊക്കെ അടിച്ചിട്ട് 12:30 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങോട്ടെ. 4:30 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി കൊണ്ടുവന്നാക്കാന്നുള്ളൊരു ആലോചനയിലാണ് കേട്ടോ നിൽക്കുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഇതേ ഭക്ഷണം കഴിക്കേണ്ട. ഇനിയിപ്പോൾ എന്തോരം നാളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇതേപോലെ വട്ടം വളഞ്ഞിരുന്ന് എല്ലാവരും കൂടി ഇന്ന് ഭക്ഷണം കഴിക്കണം. അപ്പോൾ എല്ലാവരും കൂടി ഇന്ന് ഭക്ഷണം കഴിക്കണം. അപ്പം രണ്ടാമത്തെ ചേട്ടന് ചെറിയൊരു പരിക്ക് പറ്റിയിട്ട് അപ്പോൾ അതൊന്ന് നോക്കി കാണിച്ചതാണ് കേട്ടോ. മോള് ജർമ്മനിയിലിരുന്ന് കാണുന്നുണ്ടാവും. അപ്പോൾ അവൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് നോക്കി കാണിച്ചതാണ് കേട്ടോ. ചേട്ടൻ പണി സ്ഥലത്ത് നിൽക്കുമ്പോൾ സാൻഡർ കൊണ്ടിട്ട് കൈക്ക് 7 സ്റ്റിച്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ പൊക്കിയൊക്കെ കാണിച്ചു തന്നോണ്ടിരിക്കണം. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഭയങ്കര സന്തോഷമായിട്ട് ഇനിയിപ്പോൾ പോകാനായിട്ട് നിൽക്കുകയാണ്. വിഷമവുമുണ്ട്. ഇനിയിപ്പോൾ ചേട്ടനും മോനൊക്കെ വീട്ടിൽ ഒറ്റക്കാവുമെന്നുള്ളൊരു സങ്കടം അതുമുണ്ട്. അപ്പോൾ ഞാൻ മാത്രം പോകണമല്ലോ എയർപോർട്ടിലോട്ട് ഇവരുടെ കൂടെ. അഞ്ചേട്ടനും കൊച്ചുങ്ങളൊക്കെ വീട്ടിലോട്ട് പോവുകയാണ്. എന്ന് വെച്ചാൽ നാളെ സ്കൂളിൽ പോകണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വേഗം പോവേണ്ട. ഇനി നമ്മൾക്ക് ചേച്ചിയുടെ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ മാൾട്ടയിലോട്ട് പോകണ ചേച്ചിക്ക് ഈ ഡ്രസ്സിൻ്റെ ഒക്കെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പം നമ്മൾക്ക് അതൊക്കെ വിതരണം നടന്നുകൊണ്ടിരിക്കേണ്ട ഇവിടെ. അങ്ങനെ കൂട്ടത്തിൽ എനിക്കും കിട്ടിയിട്ട് ഒരു ചുരിദാറ്, അനിയത്തിക്കും കിട്ടിയൊരു ചുരിദാറ്. ഡ്രസ്സൊക്കെ ഏകദേശം എല്ലാവരുടെയൊക്കെ ഓരോ സൈസും കാര്യങ്ങളായതുകൊണ്ട് തന്നെ നല്ല സുഖമുണ്ട്. നമുക്കൊക്കെ വേഗം ഡ്രസ്സ് അങ്ങനെ ഇങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്തൊക്കെ ഇടാൻ പറ്റും. അങ്ങനെ കൈ കിട്ടിയ ഡ്രസ്സുകളൊക്കെ ഭാഗിച്ച് ഞങ്ങൾ എല്ലാവരും കൂടിയൊക്കെ എടുത്തിട്ടാണ്. ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ചേച്ചി ഇറങ്ങാൻ പോവുകയാണ്. എപ്പോഴപ്പോൾ കുറേയൊക്കെ ഇങ്ങനെ പിടിക്കാൻ പറ്റുന്ന ഇടയ്ക്കിടയ്ക്ക് കരച്ചിലും മുളക് കാരണം കുറേ വാങ്ങളൊക്കെ പിടിക്കാനൊക്കെ പറ്റണ്ടായിരുന്നില്ല. പറ്റണ പോലെയൊക്കെ ഞാൻ പിടിച്ച് വെച്ചിട്ടുണ്ട്. കുറേ പേരൊക്കെ അവൾ പോണ വീഡിയോ ഒക്കെ കാണാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന കുറേ പേരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ ഒപ്പി ഇങ്ങനെ എടുത്തത് കേട്ടോ. അപ്പോൾ ചേട്ടൻ ഒരുക്കി ഇങ്ങനെ കാണിച്ചു കൊടുക്കേണ്ട ബാഗിൽ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കൊടുക്കണം. ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നതിൻ്റെ പുറത്തോട്ട് ആദ്യമായിട്ട് ഒറ്റക്ക് പോയല്ലേ. അപ്പോൾ അതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പുള്ളിക്കാരത്തേക്ക്. അങ്ങനെ ചെറിയൊരു ബ്ലെസ്സിങ്ങും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മൾ അങ്ങനെ പുറത്തോട്ട് പോയില്ലേ. അപ്പോൾ എല്ലാവരും കൂടിയൊക്കെ നിന്ന് പ്രാർത്ഥനയൊക്കെ എത്തിച്ചിട്ട് നമ്മളിപ്പോൾ തന്നെ ഇറങ്ങും. എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തൊക്കെ നിൽക്കണം. ഇനിയിപ്പോൾ 12:30 മണിയാകുമ്പോൾ നമ്മൾ നേരെ എയർപോർട്ടിലോട്ട് കൊണ്ടുപോയി ചേച്ചിനെ കൊണ്ടുവന്നാക്കി. ആളിനെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാനൊന്നും പറ്റില്ല. 4:30 മണി വരെ ഇനിയിപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തൊക്കെ കിടക്കണം കേട്ടോ. അപ്പോൾ ജർമ്മനിയിൽ ഇതേ നമ്മളുടെ രണ്ടാമത്തെ ചേച്ചിയുടെ മൂത്ത മോൾ വിളിച്ച് അപ്പോൾ ആളെയും ഇങ്ങനെ കാണിച്ചൊക്കെ ഇരുത്തിയൊക്കെ ഉണ്ടാവും. ആൾ പോയതോടെ അടുത്ത ആൾക്കും പോകാനുള്ള യോഗം ഉണ്ടായി. ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് ആയിരിക്കും പോകാനുള്ളതൊന്നും ഇല്ല. ഞങ്ങളൊക്കെ നാട്ടിൽ കുറച്ച് പേര് വേണ്ടേ. അപ്പം നമ്മൾ നാട്ടിലും ഇവരൊക്കെ വിദേശത്ത് കുറച്ച് ആൾക്കാരുണ്ടെന്ന് പറയാനായില്ലേ. അങ്ങനെ പ്രാർത്ഥനയൊക്കെ നടന്നുകൊണ്ടിരിക്കേണ്ട ഇവിടെ.
ഇവർക്കൊക്കെ ചെറിയൊരു കാര്യം ഉണ്ടെങ്കിൽ അപ്പം നൂലോളിയും ബഹളവും ഉള്ള ആൾക്കാരാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അങ്ങനെ കരയാത്ത കൂട്ടത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവരൊക്കെ ഭയങ്കര സെൻസിറ്റീവാണ്. ചെറിയൊരു കാര്യം മതി അപ്പം തന്നെ ഇങ്ങനെ കരച്ചിലും ബഹളമൊക്കെ തുടങ്ങും. ഇപ്പോഴേ കരച്ചിലും ബഹളമൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ എല്ലാവരും രാത്രിയൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമവും സങ്കടവും കരച്ചിലും ബഹളവും. അപ്പോൾ ഇതിനിടയിൽ കൂടെ എനിക്ക് വീഡിയോ പിടിക്കാൻ വിഷമമുണ്ട്, വേറെ ഒന്നുമല്ല. ഇത്രയും സങ്കടപ്പെട്ട് എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനിവിടെ എൻ്റെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തൊരു സാധനമൊന്നും ഓർക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടൊക്കെ ഞാനിങ്ങനെ വിഷമിച്ചാണ് ഇതിനിടയിൽ കൂടെയൊക്കെ വീഡിയോ ഒക്കെ പിടിച്ചത്. ഈ പോണതിൻ്റെ വിശേഷമൊക്കെ അറിയാനായിട്ട് ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഒരുപാട് പേര് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പം അവർക്കൊക്കെ എല്ലാവർക്കും വേണ്ടിയിട്ട് വീഡിയോ പോയ വിശേഷങ്ങളും അറിയാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ റിസ്ക് എടുത്ത് പിടിച്ചത്. പിന്നെ അങ്ങോട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞ നേരം കൂടെ നമ്മൾ എത്തിയെന്താണെന്ന് വെച്ചാൽ ട്രാഫിക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വികാര നിർഭരമായ കാര്യങ്ങളായിരുന്നിട്ടാ. നൂലോളിയും ബഹളവും ഒന്നും പറയണ്ട. വല്ലാത്തൊരു സങ്കടം തന്നെയാണ് കേട്ടോ. ഇങ്ങനെ പോകാനായിട്ട് ഭയങ്കര ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. പക്ഷേ എല്ലാവരെയൊക്കെ വിട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോഴൊരു വിഷമം. അത് ശരിക്കും ഇന്നലെ അറിഞ്ഞിട്ടാ. ഇപ്പം ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ആകുമ്പോഴേക്കും ചേച്ചി ഇപ്പം മാൾട്ടയിൽ അവിടെ എത്തിയിട്ടുണ്ടാവും. ഇന്നലെ പോയതാണ് കേട്ടോ. എനിക്ക് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ വൈകി. അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.